സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചെറിയൊരു റെസിപ്പി, പക്ഷേ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ് കോവയ്ക്ക മസാല. കോവയ്ക്ക കൊണ്ട് കോവയ്ക്ക മസാല ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ചപ്പാത്തിക്ക് ഒരു ബെസ്റ്റ് സൈഡ് ഡിഷാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. ഇത്രയും ടേസ്റ്റി ആയിട്ട് കോവയ്ക്ക മസാല ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് ഒരുപാട് ടേസ്റ്റിയാണ്. ചപ്പാത്തിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു സൈഡ് ഡിഷാണ്. നമ്മൾ ഫ്ലവറും കൊണ്ട് ഗോബി മസാല അങ്ങനെ ഓരോന്നും ഉണ്ടാക്കാറില്ലേ ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട്. അപ്പോൾ അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കോവയ്ക്ക മസാല. ഒരുപാട് ടേസ്റ്റിയാണ്. കോവയ്ക്ക ഹെൽത്തിയാണ്, എല്ലാവർക്കും പറയാതെ തന്നെ അറിയാം. നമ്മൾ സാധാരണ മല്ലൂസ് കോവയ്ക്ക കൊണ്ട് കോവയ്ക്ക തോരന്, കോവയ്ക്ക മെഴുക്കുരുട്ടി, കോവയ്ക്ക കൊണ്ടുള്ള കറികളൊക്കെയാണ് ഉണ്ടാക്കാറ്. പക്ഷെ നിങ്ങൾ ഇതുപോലെ ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട് കോവയ്ക്ക മസാല ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. ലിങ്ക്, കോവയ്ക്കയുടെ എല്ലാ റെസിപ്പീസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. വളരെ ഈസി റെസിപ്പിയാണ്, എല്ലാവരും ഫോളോ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒരു കമൻറ്റ് തരാനോ ലൈക്ക് തരാനോ മറക്കരുത്. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, കോവയ്ക്ക മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ചൂടായ എണ്ണയിലോട്ട് ഒരു സവാള നീളത്തിലരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരല്പം ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, ശകലം. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് കരിക്കരുത്. നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഉള്ളി ഇവിടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ കൂടെ ഇന്ന് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു മാജിക് മസാലയാണ്. നമ്മളുടെ മാഗി മസാലയും മാജിക്. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മളെല്ലാ വെജിറ്റബിൾസ് കറി ഉണ്ടാക്കുമ്പോഴിടാൻ ഭയങ്കരമായിട്ട് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നതാണ്. ഇതിപ്പം നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല വാങ്ങാൻ കിട്ടുമെന്ന്. നല്ല വലിയ സ്റ്റോറുകളിലോ അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ മാഗി മസാലയും മാജിക് ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി ഇട്ടാലും മതി. നമ്മളുടെ ഈ ടേസ്റ്റ് ഏത് വെജിറ്റബിൾ കറികൾക്കാണേലും എൻഹാൻസ് ചെയ്യും. ഒരുപാട് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ മാജിക് ഇതിൻ്റെ ഇടാൻ പോകുന്നത്. ഞാൻ ഒരു 1/2 പൗച്ചാണ് ഇട്ടത്, ഒത്തിരി വേണ്ട. ഇത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരും നമ്മളുടെ ഈ കോവയ്ക്ക മസാലയ്ക്ക്. അപ്പോൾ ഈ മസാലകളെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. ഒരു 30 സെക്കൻഡ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലോട്ട് കട്ട് ചെയ്ത ഒരു വലിയ ടൊമാറ്റോ ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ടൊമാറ്റോ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി ഇപ്പം ഉപ്പിട്ട് കൊടുക്കുക. ഒത്തിരി വേണ്ട, ശകലം. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വഴണ്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റുക. അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. തക്കാളിയെല്ലാം നല്ല മാഷായി. 2-3 പ്രാവശ്യം ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പം ഇത് കരുവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകി അരിഞ്ഞു വെക്കുക. ഇതിപ്പോൾ ഇടയ്ക്ക് ഇച്ചിരി ചുമന്ന 1-2 കോവയ്ക്ക ഉണ്ടായിരുന്നു, ചുമന്നു പോയത്. നല്ല ഫ്രഷായിട്ടുള്ള പഴുക്കാത്ത കോവയ്ക്ക തന്നെ കിട്ടുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. നമ്മളിത് മെഴുക്ക് പുരട്ടിക്ക് പകരവും ഒരു മസാല സൈഡ് ഡിഷായിട്ടും രണ്ടുമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക അങ്ങ് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോകരുത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. അതൊക്കെ മിക്സ് ചെയ്ത് ഇത് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഇതിന് വേവാനായിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കോവയ്ക്ക് ഒരു ഇച്ചിരി വേവുണ്ട് എങ്കിലും നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അധികം വെള്ളം വേണ്ട. നിങ്ങളല്ലാത്ത ചീനിച്ചട്ടിയിലോ
എങ്ങാനുമാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വേകാൻ ആവശ്യമുള്ള ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ഒരു 10-12 മിനിറ്റ്. അതിൻ്റെ വെള്ളം ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് നേരം തിരിച്ചും മറിച്ചും ഇട്ട് ചിക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ കോവയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. വാവ്, ഇറ്റ്സ് സോ യമ്മി, ഡെലീഷ്യസ്. കോവയ്ക്ക മസാലയുടെ ടേസ്റ്റ് ഒന്നും നോക്കട്ടുമില്ല. സൂയം ഇത് നമുക്ക് ദാൽ ഫ്രൈ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒഴിച്ചു കറി ഉണ്ടെങ്കിൽ റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ബെസ്റ്റ് സൈഡ് ഡിഷാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര അപാരമാണ്. നിങ്ങൾ പറഞ്ഞറിയിക്കുന്നത് വിശ്വസിക്കത്തില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാഗി മസാലയെ മാജിക് ആ വെജിറ്റബിൾ മസാല ആഡ് ചെയ്തതാണ്. അത് ആഡ് ചെയ്യാതെയും അതില്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല മാത്രം ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി ചിലർക്ക് ഇഷ്ടമല്ല, കുട്ടികൾക്ക് ഇഷ്ടമല്ല. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു സാധനമല്ല കോവയ്ക്ക. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ എത്ര വേണേലും കഴിക്കും. കോവയ്ക്ക ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്, എപ്പോഴും കഴിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അത് ഇങ്ങനെ കഴിച്ചു നോക്കുക. നമ്മളുടെ ഇന്നത്തെ ഈസി പീസി ആയിട്ടുള്ള വളരെ ഹെൽത്തിയും ഡെലീഷ്യസുമായിട്ടുള്ള കോവയ്ക്ക മസാല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിന് ഹിന്ദിയിൽ ടിൻഡോറയെന്നും പറയും, നമ്മൾ മലയാളത്തിൽ കോവയ്ക്ക എന്ന് പറയും. അപ്പം നമ്മളുടെ ഈ അടിപൊളി ടേസ്റ്റിലുള്ള ചപ്പാത്തിക്കും റൈസിനും ഒരുപോലെ ബെസ്റ്റായ നമ്മളുടെ കോവയ്ക്ക മസാല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുതേ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. Keep watching, keep sharing, keep subscribing. Thank you.